ഫ്രണ്ട്സ്, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറിയപ്പോൾ അനിയന് പാറമക്കാവിലായിരുന്നു പണി, അമ്പലത്തിൽ. അപ്പോൾ അവിടെ നിന്ന് അപ്പം അവിടെയൊക്കെ കൊണ്ടുവന്നത് അമ്മ ഒരു പാത്രത്തിലാക്കി തന്നു. പിന്നെ അമ്മ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പിന്നെ അമ്പലത്തിലെ പായസമൊക്കെ തന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് വേഗം ഞാൻ പോന്നു. അങ്ങനെ ഞാൻ പാർലിക്കാട് എത്തിയിട്ട് മണിക്കുട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ചേട്ടൻ കുറച്ച് പച്ചക്കറി തന്നയച്ചത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിലൊരു വലിയ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിക്കുട്ടൻ അന്ന് സ്കൂളിലില്ല, അപ്പോൾ പഠിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നുറുക്കി വെച്ചോളൂ എന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ട് അത് ഫ്രൈ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതിൽ മസാലകളൊക്കെ ചേർത്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ മത്തയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് തോരൻ വെക്കുകയാണ്. അപ്പോൾ വാവച്ചി എന്നോട് ചോദിക്കുകയായിരുന്നു, അമ്മേ ഞങ്ങൾ കോളിഫ്ലവർ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അമ്മ അത് ഉണ്ടാക്കിയോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ തിരുമ്പിയിട്ട് അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേഗം മത്തയുടെ ഇലയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം അതൊക്കെ നന്നായി കഴുകിയെടുത്തു കിട്ടാൻ. എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് ചെളി ഇങ്ങനെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴുകി നന്നായി അരിഞ്ഞെടുത്തു. പിന്നെ ചുമന്നുള്ളിയും പിന്നെ കുറച്ച് ചൂനിയമുളകും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തയുടെ ഇലയിൽ ചൂനിയമുളക് ഇട്ടിട്ട് വെറുതെ ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഞാൻ അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ചൂനിയമുളകും ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ നിൽക്കുവിന് ചോറ് കുറവായിരുന്നു, അപ്പോൾ അതൊക്കെ അടുപ്പത്തിട്ടു. എന്നിട്ട് വേഗം ഞാൻ അതൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് മത്തയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മത്തയുടെയോ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിലും ഉപ്പേരി വെച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി. അപ്പോൾ ഞാനതൊക്കെ അടച്ച് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കോളിഫ്ലവറൊക്കെ എടുത്തിട്ട് വറക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എത്രയും നന്നായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു വട്ടം ചെയ്തപ്പോൾ കോളിഫ്ലവർ വേറെ മാവ് വേറെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് സന്തോഷമായി അത് കണ്ടപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വട്ടം ചെയ്തിട്ട് ശരിയായില്ലല്ലോ, അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശരിയാവാമോ എന്ന്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം മണിക്കൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ മണിക്കൂട്ടൻ വരുമ്പോഴേക്കും ചെയ്തെടുക്കണം എന്നായിരുന്നു എൻ്റെ വിചാരം. അപ്പോഴേക്കും അതൊക്കെ ആയി വരുമ്പോഴേക്കും മണിക്കൂട്ടൻ വന്നു. അപ്പോൾ ആൾ വാവിച്ച് വാതിൽ തുറന്നപ്പോൾ തന്നെ വാവിച്ചോട് ചോദിക്കുന്നത് കോളിഫ്ലവർ വറുത്ത അമ്മ എന്നാണ് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കോളിഫ്ലവറൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മണിക്കൂട്ടനോടും വാവിച്ചോടും പറഞ്ഞു, നിങ്ങൾ സോസ് കൂട്ടി കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പിയിട്ട് കോളിഫ്ലവറും പപ്പടവും പിന്നെ മത്തയുടെ ഇല ഉപ്പേരി വേണോ ചോദിച്ചപ്പോൾ അതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മത്തയുടെ ഇല ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ 2 പേർക്കും ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ല വീഡിയോകളായിട്ട് വരാം. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ചെറിയ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അതെൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് കേട്ടോ.